ത്തിനുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി വനിതാവേദിയുടെ നേതൃത്വത്തിൽ ബഹുമുഖങ്ങളായ സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നു. അഞ്ചാലുംമൂട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ സിന്ധു സുഭാഷ് വനിതാവേദിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. എസ് സുജാത സെക്രട്ടറി. സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെട്ടും പ്രവർത്തിച്ചും ആരോഗ്യപരമായ സ്വയം വിമർശനങ്ങളിലൂടെ 5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഈ പ്രസ്ഥാനം ഇനിയും മുന്നോട്ടാണ്. കലാകാരന്മാരുടെ വലിയൊരു സുഹൃത്ത് വലയം കലാകേന്ദ്രത്തിനുണ്ട്. ഇടവേളകളിൽ സംഗീതവും നാടകവുമൊക്കെയായി ഒത്തുചേരുന്ന ഇവരുടെ കൂട്ടായ്മയെ ഈ നാടിന്റെ കലാപാരമ്പര്യങ്ങളിൽ കണ്ണിച്ചേർക്കാൻ കലാകേന്ദ്രം സദാ സന്നദ്ധമാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷക്കാലം നീളുന്ന ആഘോഷ പരിപാടികളാണ് കലാകേന്ദ്രം സംഘടിപ്പിക്കുന്നത്. ആഘോഷ പരിപാടികൾ വിജയിപ്പിക്കുവാൻ വിപുലമായ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സ്ഥലം MLAയും വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ MA ബേബി സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ്. മുതിർന്ന കലാകേന്ദ്രം പ്രവർത്തകർ രക്ഷാധികാരികളും. 50 വർഷങ്ങൾക്ക് മുമ്പ് 1958 ഈ കലാസാംസ്കാരിക സംഘടന അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളം രാഷ്ട്രീയമായും സാംസ്കാരികമായും വമ്പിച്ച മുന്നേറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രകാശ് കലാകേന്ദ്രം അതിന്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചത്. അതിനുശേഷം ഇന്നുവരെയുള്ള 50 ആണ്ടുകൾ സർഗാത്മകതയുടെ വസന്തോത്സവം ഈ പ്രദേശത്ത് ഇതൾ വിടർത്തുന്നതിന് പ്രകാശ് കലാകേന്ദ്രം എങ്ങനെ നേതൃത്വം കൊടുത്തു എന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദേശത്തിന്റെ ദിശാസൂചികയായി മാറിയ 50 വർഷങ്ങൾ. അതിന്റെ സുവർണപ്രഭയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ നിറവിലാണ് ഇന്ന് കലാകേന്ദ്രം. 2008 ഫെബ്രുവരി 9 സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ലോകപ്രശസ്തനായ വാദ്യസംഗീതജ്ഞൻ പത്മഭൂഷൺ ഉമയാൾപുരം ശിവരാമന്റെ സുവർണ അങ്കുലികളാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി MA ബേബി, പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മ, ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള തുടങ്ങിയവർ ആ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷികളായി. இந்த சந்தர்ப்பத்தை ஞாபகம் வச்சுட்டு பிரகாஷ் கலா கேந்திரா இந்த கலைக்கூடத்தில் முதல்ல நான் என்ன பண்ணோம் அப்படின்னு கேட்டேன். கவியூர் பொன்னம்மாவா சொன்னா நீங்கள் மிருதங்க முதல்ல வாசிட்டா தேவையில்லையேன்னு சொன்னேன். തുടർന്ന് കേരള കലാമണ്ഡലം മേജർ ഗ്രൂപ്പിന്റെ നൃത്തസന്ധ്യ അരങ്ങേറി. ഫെബ്രുവരിയിൽ വി സാംബശിവൻ സ്മാരക കഥാപ്രസംഗ മത്സരവും കഥാപ്രസംഗ അവതരണവും കഥാപ്രസംഗം കഥാവശേഷമാകുന്നുവോ എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറവും നടന്നു. സുവർണ വർഷത്തിൽ നടത്തുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് സുകുമാർ അഴീക്കോടിന്റെ പ്രഭാഷണത്തോടെയാണ്. സാർവദേശീയ വനിതാ ദിനമായ മാർച്ച് 8 വനിതാ ജനപ്രതിനിധികൾ പങ്കെടുത്ത സംവാദം. അടുത്ത ദിവസം നടന്ന വനിതാ സമ്മേളനത്തിൽ സ്ത്രീ പദവി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കെ അജിത പ്രഭാഷണം നടത്തി.
മാർച്ചിൽ 100-ലധികം കുട്ടികൾ പങ്കെടുത്ത 8 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് ജിജ്ഞാസ സംഘടിപ്പിച്ചു. ചിത്രരചന, നാടകം, സാഹിത്യം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത്. നടൻ മധുവാണ് ക്യാമ്പിന് തിരിതെളിച്ചത്. പ്രശസ്ത സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മുടിയെട്ടും കോർത്തുകെട്ടി വിരൽ 100 കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എന്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. അഷ്ടമുടിക്കായലിന്റെ തീരപ്രദേശത്തെ കലാകാരന്മാരുടെയും സാഹിത്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയായി മാറി മേയിൽ സംഘടിപ്പിച്ച അഷ്ടമുടിയുടെ ഹൃദയം ക്യാമ്പ്. സംവാദങ്ങളും പ്രഭാഷണങ്ങളും ചിത്രശില്പ ക്യാമ്പും രംഗാവതരണങ്ങളുമൊക്കെയായി അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്ര മൈതാനിയിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ക്യാമ്പ് നാട്ടുകാർക്കും പങ്കെടുത്തവർക്കും ഒരു വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു. ജൂണിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ അഞ്ചാലും മൂട്ടിൽ നടത്തിയ ആരോഗ്യമേളയിൽ 400ഓളം പേരാണ് ചികിത്സ തേടിയെത്തിയത്. മന്ത്രി PK ഗുരുദാസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബറിൽ ഓണോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ടാർന്ന കലാസാംസ്കാരിക ഘോഷയാത്ര സർഗവസന്തത്തിന്റെ വിസ്മയ കാഴ്ചകളാണ് ഈ ഗ്രാമത്തിന് സമ്മാനിച്ചത്. സംഘബോധത്തിന്റെ ശക്തി പ്രകടനമായി മാറി സാംസ്കാരിക ഘോഷയാത്ര. ഒക്ടോബർ 4-ന് മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി സുവർണവർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങൾ തികഞ്ഞ അച്ചടക്കത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രകാശ് കലാകേന്ദ്രത്തിന്റെ സംഘടനാ പാടവത്തിന്റെ മികവായി. 50 വർഷമായ ഒരു കലാ സമിതി അല്ലെങ്കിൽ ഒരു കലാകേന്ദ്രം പ്രവർത്തിച്ചു കൊണ്ടുപോവുക എന്നത് ഒരു മഹാകാര്യമാണ്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയോളം തന്നെ പ്രായമുള്ള ഈ കലാകേന്ദ്രം സുവർണ ജൂബിലികളല്ല ഇനിയും വലിയ വലിയ ആഘോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനോടൊപ്പം ഇതുപോലുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്നാണ് യഥാർത്ഥ കലയുടെ ഉറവിടം. കല എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കലാ പ്രകടനങ്ങളിലും കലാപ്രവർത്തനങ്ങളിലുമാണ് ഒരു നാടിന്റെ സംസ്കാരം തെളിയുന്നത്. തീർച്ചയായിട്ടും ഈ നാടിന്റെ സംസ്കാരത്തിന്റെ പ്രധാന കണ്ണാടി, ഈ നാടിന്റെ സംസ്കാരം നിഴലിക്കുന്നതും നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതിബിംബം കാണുന്നതും ഈ കലാകേന്ദ്രം എന്ന കണ്ണാടിയുടെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശിംഗനാടിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏടുകൾ എഴുതി ചേർക്കുകയാണ് പ്രകാശ് കലാകേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ. ഒരു ദേശത്തിന്റെ ചിന്തയുടെയും അനുഭവത്തിന്റെയും വീക്ഷണത്തിന്റെയും കർമ്മശേഷിയുടെയും പ്രതിഫലനമാണ് കലാസാംസ്കാരിക മണ്ഡലങ്ങളിൽ തെളിയുന്നതെങ്കിൽ ഇന്ന് നീരാവിൽ കൊല്ലത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി മാറിയിരിക്കുന്നു. പ്രകാശ് കലാകേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ലോഗോയിൽ പ്രഖ്യാപിക്കുന്നതുപോലെ കലാകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക്. പിറക്കാനിരിക്കുന്ന നാളെയുടെ സംഗീതമാകാൻ കവിയുന്ന സംഘബോധമാവുകയാണ് പ്രകാശ് കലാകേന്ദ്രം. സമാനതകളില്ലാത്ത ഈ സാംസ്കാരിക വിസ്മയം അരനൂറ്റാണ്ടിന്റെ അർത്ഥസാന്ദ്രതയുമായി പുതിയ പ്രകാശ വർഷങ്ങളിലേക്ക് പ്രയാണം ആരംഭിക്കുകയാണ്. ചുംബിയായി നീ വളർന്നു നീരാവിലെന്നൊരു കൊച്ചു ഗ്രാമത്തിന്റെ പേരും പെരുമയും നീ വളർത്തി. നീരാവിലെന്നൊരു കൊച്ചു ഗ്രാമത്തിന്റെ പേരും